ഹലോ, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചേമ്പിട്ട കൂരിക്കറിയാണ്. അതിനായി ചെറിയ സൈസ് കൂരി കഴുകി വൃത്തിയാക്കി വെച്ചത് 1 കിലോ, കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് 3-4 പീസ്, അതിലേക്ക് ചേമ്പ്, ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി നുറുക്കിയത്, പച്ചമുളക്, വേപ്പില, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ, കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വേപ്പില, ചെറിയുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് തീ സിമ്മിലിട്ട് മൂടി വെക്കാം. ഇപ്പം നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് മൂപ്പിച്ചു കൊടുക്കാം. പിന്നെ പച്ചമണക്ക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് തിളക്കാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേമ്പിട്ട് ഒരു 3-4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. ചേമ്പിട്ട് നമുക്ക് മൂടി വെക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് മീനിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇളക്കിയാൽ മീനൊക്കെ പൊട്ടിപ്പോകും. ചുറ്റിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 തണ്ട് വേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേമ്പിട്ട കൂരിക്കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.